കാട്ടാനകളായി 2 എണ്ണം പതിവ് തെറ്റിക്കാതെ രാത്രി നാട്ടിലിറങ്ങും. രാവിലെ കാട് കയറുകയും ചെയ്യും. പത്തനംതിട്ട ചിറ്റാറിനെ ആനത്താരിയാക്കി മാറ്റിയിരിക്കുന്ന ആ സവാരി ഒന്ന് കാണുക തന്നെ വേണം. ദൃശ്യങ്ങളിലുള്ള സ്ഥലം ഇതാണ്. ചിറ്റാറിൽ നിന്നും സീതത്തോട്ടിലേക്കുള്ള വഴിയിലെ ഊരാമ്പാറ. രാത്രി മുഴുവൻ ജനവാസ മേഖലയിൽ തമ്പടിച്ച ശേഷം കാട്ടാനകൾ ഇവിടം കടന്നാണ് അള്ളുങ്കൽ വനമേഖലയിലേക്ക് പോയത്. നേരം ഇരുട്ടി തുടങ്ങുമ്പോൾ സ്വിച്ചിട്ടതുപോലെ 2 കാട്ടാനകളെത്തും. തുടക്കത്തിൽ പുലർച്ചെ കാട് കയറുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നേരം പുലർന്ന ശേഷമാണ് മടക്കം. 1.5 മാസമായി ഇതാണ് പ്രകൃതം. ഇന്ന് രാവിലെ 6:30 വന്നു. 6:30 വന്നു കഴിഞ്ഞാൽ 2 മിനിറ്റ് ഇവിടെ നിന്നേച്ച് ഇതുവഴി ഞങ്ങൾ താഴോട്ട് പോയി. അങ്ങനെ ആ വഴിക്കൂടെ പോയി ആറ്റി പോയി. മിക്കവാറും ഇപ്പോൾ 2-3 വർഷമായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. പട്ടാപ്പകലും കാട്ടാനകളെ നാട്ടിൽ കണ്ടു തുടങ്ങിയത് മുതൽ ചിറ്റാർ സീതത്തോട് പാതയിലൂടെ യാത്ര ചെയ്യുന്നവരും ഭീതിയിലാണ്. നാട് വിട്ട് കാട്ടിലേക്കുള്ള പോക്കിനിടെ കക്കാട്ടാറിൽ ഒരു കുളിയുണ്ട്. ചിലപ്പോഴൊക്കെ അത് 20 മിനിറ്റ് വരെ നീളും. കൊമ്പനാനകൾ ഒരിക്കലും ഇങ്ങനെ കൂട്ടുകൂടുന്ന ഒരു പതിവുള്ള ഒരു കാഴ്ചയല്ല. പക്ഷേങ്കിൽ ഈ ആനകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2 കൊമ്പന്മാർ മാത്രമാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റു പിടിയാനകളോ കുട്ടിയാനകളോ ഒന്നുമില്ല. ഏതാനും മാസങ്ങളായിട്ട് ഈ 2 ആനകൾ മാത്രമാണ് വരുന്നത്. കൃഷിനാശത്തിന് കണക്കില്ല. വളർത്തുമൃഗങ്ങൾക്ക് നേരെയോ മനുഷ്യർക്ക് നേരെയോ തിരിഞ്ഞിട്ടില്ല എന്നത് മാത്രമാണ് ആശ്വാസം. വനംവകുപ്പ് ജീവനക്കാർ അടിക്കടി എത്തും. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു ഫലവുമില്ല. ഇപ്പോൾ മനുഷ്യന് യാതൊരു ഒരു വിലയില്ല. വന്യമൃഗങ്ങളെ കാട്ടിൽ നിൽക്കേണ്ടത് ഫോറസ്റ്റുകാരെ തടഞ്ഞു നിർത്തിയിട്ട് നമ്മുടെ പ്രദേശത്തോട്ട് ജനവാസ മേഖലയിലോട്ട് കടത്തിവിടുന്നൊരു സമീപനമാണ് ഫോറസ്റ്റുകാരുടെ ഭാഗത്തു നിന്ന്. നമുക്കതല്ല ആവശ്യം. മേഖലയിൽ 2 കിലോമീറ്റർ ദൂരം വനംവകുപ്പും 1/2 കിലോമീറ്റർ ഭാഗത്ത് ജലസംഭരണി നടത്തിപ്പുകാരായ സ്വകാര്യ കമ്പനിയും സോളാർ വേലി നിർമ്മിക്കുന്നതിന് ധാരണയായിട്ടുണ്ട്. 2 കിലോമീറ്റർ ഭാഗത്തെ നിർമ്മാണ പ്രവൃത്തികൾക്കുള്ള പദ്ധതി രേഖ ഉടൻ സർക്കാരിന് സമർപ്പിക്കുമെന്ന് ചിറ്റാർ റേഞ്ച് ഓഫീസ് അധികൃതർ വിശദീകരിച്ചു. കാട്ടാന ശല്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് 3 കല്ലിൽ നാട്ടുകാർ കഴിഞ്ഞ ദിവസം പ്രതിഷേധ യോഗം ചേർന്നു. ബുധനാഴ്ച കൂടുതൽ പേരെ അണിനിരത്തി സമരമെന്ന് തീരുമാനിച്ചാണ് പിരിഞ്ഞത്. നിരന്തരം കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷിനാശം വരുത്തിയിട്ടും വനം വകുപ്പിന്റെ നടപടികൾ ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് ജനകീയ പ്രക്ഷോഭത്തിനുള്ള തീരുമാനം. ചിറ്റാറിൽ നിന്നും CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.